ലവ് വെജിന് വേണ്ടി ഒരു 250 ബോൺലെസ് ചിക്കനെ നമുക്ക് കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഓയിൽ നല്ലതുപോലെ ചൂടായതിനു ശേഷം 2 വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞതിട്ട് അതിന്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കാം. ഇങ്ങനെ ഉപ്പ് ചേർത്താൽ ഉള്ളി പെട്ടെന്ന് തന്നെ വാടി കിട്ടും. ഉള്ളി ഒന്ന് വാടി വന്നാൽ നമ്മൾ നേരത്തെ മസാല മിക്സ് ചെയ്ത് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്ത് ഒരു 15 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിം വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 പിടിയോളം മല്ലിയിലയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം 1 ടീസ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ 2 മീഡിയം പൊട്ടാറ്റോ ഉപ്പ് ചേർത്ത് വേവിച്ച് നല്ലോണം മാഷ് ചെയ്തെടുത്തത് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് അതിന്റെ കൂടെ 1 കപ്പ് ബ്രെഡ് ക്രംസും ഇട്ട് നന്നായി ഇളക്കി ഡ്രൈ ആക്കി എടുക്കുക. അപ്പം നമ്മളെ മസാല റെഡിയായി. ഇത് നല്ലൊരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ലവിന്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അതേപോലെ തന്നെ ചീസ് ഉണ്ടല്ലോ, സ്ലൈസ് ചീസ്, അത് 1ന്റെ 4 പീസാക്കി കട്ട് ചെയ്തിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി വെക്കാം. ഇനി ലവ് വെജ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിനു വേണ്ടി കട്ട് ചെയ്ത് വെച്ച ബ്രെഡിന്റെ മുകളിൽ 1 പീസ് സ്ലൈസ് ചീസ് വെച്ച് അതിന്റെ മുകളിൽ നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് ഫുള്ളായിട്ട് തന്നെ, അതായത് കവർ ചെയ്യുന്ന രൂപത്തിൽ വേണം നിങ്ങൾ ഫില്ലിംഗ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഫില്ലിംഗ് ചെയ്തതിന്റെ മുകളിലേക്ക് 1 സ്ലൈസ് ചീസും കൂടി വെച്ച് വേറൊരു പീസ് ബ്രെഡ് കൊണ്ട് കവർ ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമുക്ക് കോട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി മൈദ കുറച്ച് വെള്ളം ഉപയോഗിച്ച് നല്ല ലൂസാക്കി കലക്കിയത് ഒന്ന് മുക്കി പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കി എടുക്കാം. ഇതേപോലെ തന്നെ എല്ലാ സൈഡും ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ വെച്ചിന് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നല്ല ചൂടായ ഓയിലിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് പൊരിച്ചെടുക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.